പരിശുദ്ധ ഖുർആനിൽ അഹ്സനുൽ ഖസസ് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ചരിത്രമാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. നമുക്കെല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർക്കറിയാം. അതിനകത്ത് സുലൈഖ ബീവിയുടെ ചരിത്രമൊക്കെ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് പ്രത്യേക താല്പര്യമാണ്. അത് പൂങ്ങോടുകാർക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല, മൊത്തത്തിൽ എല്ലാവർക്കും ആ ഒരു ചരിത്രം കേൾക്കുമ്പോൾ ഒരു രസമാണ്, അങ്ങനെയാണ്. പക്ഷെ അതിന്റെ പരീക്ഷണത്തിന്റെ തീച്ചൂളയിലൂടെ യാത്ര ചെയ്തു പോയ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തീപാറുന്ന ചരിത്ര ശകലങ്ങളെ ചിലപ്പോ എല്ലാവരും തിരിച്ചറിയൂല, എല്ലാവരും പഠിക്കാൻ മനസ്സ് കാണിക്കൂല. അത് പഠിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കുളിര് ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. സ്വന്തം കൂടപ്പിറപ്പുകൾ ചതിയിലൂടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ ചരിത്രം നമുക്കറിയാം. അവിടുന്ന് അത്ഭുതകരമായി കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വഴിയാത്രക്കാരുടെ കയ്യിലെത്തിച്ച് അടിമയായി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ചു കാലം ജീവിക്കുകയാണ്. അവസാനം രാജ്ഞിയായ സുലൈഖ ബീവിയുടെ കുതന്ത്രത്തിൽ വീണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ അകപ്പെടുകയാണ്. വീണ്ടും അവിടുന്ന് പരീക്ഷണത്തിന്റെ മറ്റൊരു തീച്ചൂളയെ തരണം ചെയ്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ രാജാധികാരം ഏറ്റെടുത്ത് രാജാവായി മാറുകയാണ്. ആലോചിക്കണം, എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് ചിന്തിക്കണം.